ടിപ്പു സുൽത്താൻ്റെ കാലത്തെ കോളേജ് ബുക്ക്. ഇപ്പോഴത്തെ ഞങ്ങളുടെ കോളേജ് ജംഗ്ഷൻ. ഇന്ന് ഞായറാഴ്ചയാ. പൊതുവെ ഇവിടെ ഭയങ്കര ചിക്സാ. Como si fuese noche, I would be my rap. Que tenga ferdos rap. Guiaré teniendo en mensaje y almen no se puede estar con plate. Guiaré y entonces mañana ya estará mi leco día a ti. Como si fuese noche. I would be my rap. Que tenga ferdos rap. Guiaré teniendo en mensaje y almen no se puede estar con plate. Guiaré y entonces mañana ya estará mi leco día a ti. ഞാനെന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാകുന്നുണ്ടാ? പഠിക്കുന്നത് എവിടെയും താമസിക്കുന്ന അവിടെയും. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എന്റെ വീട്ടുകാരാ. നിനക്കൊന്ന് ട്രൈ ചെയ്തൂടെ? ട്രൈ ചെയ്യാം. 6 വർഷമായിട്ട് ഇത് തന്നെയാ കേൾക്കുന്നത്. ആ നീ പോ. അത് ജനിച്ചതാർപ്പു വേണ്ടി അറിയില്ല. ഓ ഇംഗ്ലീഷായ പാച്ചു. കൂട്ടത്തിൽ ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ള വല്ല അഹങ്കാരം എനിക്കുണ്ടോ? സോളാറും കീഴാറും ഞങ്ങളുടെ പാർട്ടി ഭരണത്തിലാ. ഇപ്പൊ കാട്ടിത്തരാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? സാധനം രാവിലെ എന്തോ പോലെ. അറിഞ്ഞ ഞങ്ങളുടെ കോളേജിൽ കീഴിലൊരു പെണ്ണ് വന്ന് പഠിക്കാനാ. പിന്നെ കോളേജ് വരുന്നത് പഠിക്കാനല്ല, അത് കുത്തു കാണാനേ. അവള് ഈ ഏരിയ ഉള്ളടാ. അവളുടെ പേര് അഖില, അച്ഛന്റെ പേര് ദാമു, നമ്മുടെ പേര് ലീല. അവർക്ക് ബ്രോണ്ട് 10 പഠിക്കുന്ന പൂരത്തല്ലേ ഉള്ളി. ഫോൺ നമ്പർ 995 എടാ അറിഞ്ഞ അനന്ത് വന്നു. ആരും പറഞ്ഞു? ആ നീരജ പറഞ്ഞത്. എന്നിട്ട് എവിടെ അവൻ ഇങ്ങോട്ട് വരും. ഇവനെ കാണുമ്പോ അവൻ താ വരുന്ന അവതാരം. യോ മാൻ, പെണ്ണിന്റെ ഈ നായിന്റെ നിന്റെ കൂടെ ഇവിടെ തീർക്കാൻ ഞാൻ ഇങ്ങോട്ടില്ല. പിണങ്ങാതെ പ്രഭുവേ. ഇല്ല, ഇവിടെ എനിക്ക് പോണം. ഇതുപോലൊരു പോക്ക് മുമ്പ് പോയതാ. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് വീണ്ടും തുടങ്ങാതെ ചുമ്മാ വിട്രാവനെ. ജീവിതത്തിൽ സ്നേഹിച്ച പെണ്ണെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ ഇവന് ഇവനിപ്പോഴും അവളെ എന്ന് നിനക്ക് ഞങ്ങളെ അവലെന്ന് തോന്നുന്നു. അന്നേ ഞാൻ ഇങ്ങോട്ട് ഇവനെ സ്നേഹിക്കാൻ പോകുന്നില്ല. അത് എന്ന് ഞാൻ മനസ്സിലാക്കിയ പോലെ അവൻ മനസ്സിലാക്കുന്നു. അന്നേ ഞാൻ ഇങ്ങോട്ടുള്ളൂ. പോവാടാ. റെഡി ഫുൾ. ഇവനെന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? അവള് തന്നെ കാര്യം. ആ കൊച്ചു കുത്തിച്ച മോളെ ഇന്ന് അവൻ കാണാൻ പോയി. എന്തുവാ? നാട്ടിൽ എങ്ങോട്ടെങ്കിലും എല്ലാരും പറയുന്ന ലോക പോക്കെന്നാ പോലെ നിർത്തിക്കോ. ഇതോടെ എല്ലാം നിർത്തിക്കോ. ഇനി അവളെ കുറിച്ച് അക്ഷരം വേണ്ടിയാ. ഇനി നീ ഇവിടെ വരാ. നീ
പരിപാടിയാണ് നീ കാണിച്ചത്. നാണം കെട്ട പരിപാടിയാണ്. എനിക്ക് കാണാൻ തരണ്ടേ? വേണോ ആ അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു പേഴ്സ് കളഞ്ഞിട്ട് ഇതിലാണെങ്കിൽ കുറച്ച് കാശുണ്ട്. മൊത്തം ഒന്ന് വലിച്ചു തള്ളണം. പിന്നല്ല യോ ആംബ്രോ സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി എന്താ പ്രഭുവേ? ഇത്തവണയെങ്കിലും നല്ല സാധനം കിട്ടിയ ഭാഗ്യം. എന്നാ അവിടെ അവരവരുടെ സാധനം എടാ 500 രൂപ. ഇത് കൊറേ പൊതി ഉണ്ടല്ലോ. ഇത് മലപ്പുറം ഗോൾഡ് തന്നെ. ഇന്നാ പ്രഭുവേ ഇതൊരു 1000 രൂപ ഉണ്ട്. നിനക്ക് കുടുംബ പ്രശ്നമൊക്കെ ഉള്ളല്ലേ, നീ വെച്ചോ. വിടാ സത്യം പറയടാ. എന്നാ ഇവനൊരു പേഴ്സ് കിട്ടി. അതാ ഇത് ഇത് കൊറേ ഉണ്ടല്ലോ. എന്ത് ചെയ്തിട്ടാലും ഇത് ഇന്ന് തന്നെ തീർക്കണം. അതിനിപ്പോ എന്താ വഴി? വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? ഇത് നമുക്ക് സഖാവിന്റെ പാർട്ടി ഫണ്ടിൽ ഇട്ടാലോ? നമുക്കൊരു കള്ളവടി വെച്ചാലോ? കള്ളവടിയോ? അന്ന് വടി അടുത്ത വീട്ടിലെ ചേച്ചിയോട് അമ്മ പറഞ്ഞ കേട്ടത്. എന്റെ അമ്മ അവളാ. നമുക്കൊന്ന് മുട്ടിയാലോ? എന്റെ മോനെ സെറ്റായ വെടിയല്ല, ഒരു മിസൈൽ തന്നെയാ. ചെന്ന് മുട്ടടാ. വെടികള് സൃഷ്ടിച്ചു എന്താടാ കുട്ടു? ചേച്ചിയോട് അതാണ്ടോന്ന് പറഞ്ഞു. ചേച്ചി എന്താ പറയണ്ട? എനിക്ക് നിനക്ക് എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനത്തെ ഇഷ്ടം? നീ പോ. ചേച്ചി എന്തുവാ? ഞാൻ ഇന്ന് വൈകിട്ട് വീട്ടിലൊന്ന് വന്നോട്ടെ? എന്തിനാ? ഒന്ന് കാണാൻ. ഇങ്ങനെ കണ്ടാ പോരെ? പോരാ, ഒന്ന് വിശദമായിട്ട് കാണണം. നീ ആള് കൊള്ളാലോടാ. മുട്ടയൊന്നും വിരിഞ്ഞില്ലല്ലോ. അതെറിഞ്ഞി എന്റെ മുട്ടയൊക്കെ ഇരിഞ്ഞേ. ആർക്കൊക്കെയാ? എനിക്ക് മാത്രം, പിന്നെ അവർക്ക് കൂടി. ആരാന്ന് വെച്ചാ കേറി പോര്. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം കന്നി വെടിയാ, കൊഴിപ്പിച്ചാ മതിയായിരുന്നു. എന്തായി പ്രഭുവേ? കളി വക്കത്തിരിക്കുമ്പോഴാ മൈനറിന് ഒടുക്കത്തെ ടോസ്. ഇന്നത്തോടെ നിർത്തിക്കോണം മൈനെ നിന്റെ ഈ കോണത്തിൽ ഏർപ്പാട്. കൊണ്ടുപോകുമ്പോ മൈനെ നിനക്ക് പ്രാക്ടീസ് ചെയ്യും. എന്റെ പെണ്ണിനോർത്തേന് എനിക്കോടാ അവളെ. ഇതുപോലെ ടോസിങ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പറയണമെങ്കിൽ 1-2 വർഷം പുറകോട്ട് പോകണം. ഒരു കൊച്ചു ഫ്ലാഷ് ബാക്ക്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് അവളെ കിട്ടൂലെന്ന് നമുക്ക് ടോസ് ചെയ്ത് നോക്കാം. എന്ത് മതി? മതി മതി. ഇപ്പൊ നോക്ക്. എന്തിനാണ് അവൻ ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഡാ അവളൊരിക്കലും അവനെ സ്നേഹിച്ചില്ലേ, പിന്നെ എന്തിനാ അവളൊരു പുണ്യാളത്തി ചമയെന്ന? ഡാ നീ അത് മാത്രം പറയത്. നിനക്കറിയോ അന്ന് ട്രിനിറ്റിയിലെ സ്കൂളിലേക്ക് പോയപ്പോഴേ അവൾ ഇവൻ്റെ 1000 വട്ടം നോക്കി കാണും. അവൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാ, പക്ഷെ അവളുടെ കൂട്ടുകാരുടെ പ്രശ്നം. അത് സത്യ. ഞാനിവനും കൂടെ അവളുടെ പുറകെ നടപ്പ്. വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെ പണ്ടേ വീണേനെ.
പട്ടി കഴിവറ പോലെ അകത്ത് കയറിയിട്ട് എത്ര നേരമായി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. കടിമൂത്തിട്ട് കഥവ് പേൻ ചോട്ടി വിളിക്കും. റേപ്പ് ചെയ്താ സൂപ്പർ. എന്റെ ചേച്ചി അതിന്റെ ആര്യ പോണോ ക്രൂരനൊന്നും കാണിക്കില്ല അതിനോട്. അന്ന് മുന്നേ പറഞ്ഞ ആ പെണ്ണില്ലേ, അവൾ ഇപ്പൊ ഇതുവഴി വരും. പോടാ. ഞാനന്ന് മുട്ടി പ്രഭുവേ. ഓ ഒന്നെങ്കിൽ കിട്ടിയല്ലേ പ്രഭുവേ. പോടാ, അവളെന്നെ തല്ലിയ. അത് തല്ലിയിടോളെന്നെ. കുഞ്ഞച്ച എവിടാണോടാ? നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാ നീ തല്ലോടി. എന്നാ എനിക്ക് എന്നെ ഇഷ്ടം, എന്നെ തല്ലി പൊന്നെ. കയ്യിന്ന് വിടണം. ഓ എന്നാത്തിനാ ഞങ്ങളുള്ള പിള്ളേർക്കെല്ലാം കൈ കൂടി പോടി മോളെ. എടാ, ഇനി ഇതുവഴി നീ പോയാ പൊന്നു മോളെ, പിന്നെ നീ ബാക്കി കാണത്തില്ല. ഇതിനുള്ള പണി ഇന്ന് രാത്രി തന്നെ ഒക്കെ ഞാൻ കൊടുക്കും, നോക്കിയോ. ഇതുപോലെ തന്നെ ആയിരുന്നു അന്നൊരു ഇടിയുണ്ടാക്കാൻ പോയത്, ഓർമ്മ വേണ്ട? നല്ല സൂപ്പർ സീനായിരുന്നു. എന്തുട്ടാ അന്നല്ല കുറെ അമ്മ അടിച്ചണ്ണാ. ആരാണ് നിനക്കിട്ട് കുത്തിയെ? അമ്മരടപ്പുണ്ട്. ബാ ബാ എമറാന്നോടാ അമ്മരാണോ ചവന്നോട് കിട്ടാനോ. എന്താടാ അയ്യോ അതിന്റെ മുന്നിൽ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ നീ, നിന്നെ ഞാൻ പിന്നെടുത്തോടാ പട്ടി. അയ്യേ അടിയുണ്ട കാര്യം അമ്മാരത്ത് പറയണ്ട, ഞാൻ മാത്രമല്ലേ കണ്ടുള്ളൂ. വെറുതെ എന്തിനാ അമ്മാരെ ഇവിടെ തല്ലി വിളിക്കുന്നത്? ഓടോട്ടി നിനക്കല്ലേ കിട്ടി, എനിക്കല്ലേ. ഞാൻ പറയും കൊള്ളുന്ന അമ്മാരെ കൂടെ കൊള്ളട്ട്. ആ എന്നാ വാ കൊള്ളിക്കാം. കൊല്ലിക്കണോടാ അമ്മാരെ, കൊല്ലിക്കണം. ഞാൻ പറയുന്നിട്ട് എൻ്റെ കൂടെ നീ നിന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വാ മൂസേ, അവരെ ഞങ്ങളെ പട്ടിയെ തല്ലുന്നോലെ അല്ലയാടാ. ഇവനെ അടിച്ചതിന് ചോദിക്കാൻ തന്നെ എന്നെ ഇവനെ ഉടയവനെ തല്ലിയാടാ. എന്നിട്ട് അവരുടെ അവിടെ അവന്റെ മുണ്ടോമാര് പറിച്ചെടുത്തണം, അത് മാറ്റാൻ പോയേക്കുവോ? വെളിയിടല്ല അമ്മാരെ. നീ വാടാ, നിന്നെ തല്ലിയന്മാരാരും ഇന്ന് നേരെ ചൊവ്വ വീട്ടിലോട്ട് പോകത്തില്ല. ആ ചുമന്നുടുപ്പിട്ടവനാ മൂസേ ഉടയവൻ എന്നെ തല്ലിയേ. ഉടയവന്റെ മുണ്ടൂരിയന് നമുക്ക് അവന്റെ പാൻറ് ഊരണോടാ. ആരു മുണ്ടങ്ങ് മുറുക്കി കൊടുത്തു, അത് ഊരുന്ന അവന്മാരുടെ ഒരു വീക്ക്നെസ്. അടിയിൽ ബോക്സർ ഉണ്ട് പ്രഭുവേ. മൂസേ ഞാൻ പോവാം. മൂസേ വിക്രത്തിന് അടി വേണോ സൂര്യയുടെ അടി വേണോ? സൂര്യൻ നീ പോയി നിന്റെ അടിയും കടിച്ചാ മതി. വിക്കണോ സൂര്യൻ? പിള്ളേർത്തിട്ട് അടിച്ച് ഉറക്കി കളയും ഞാൻ. എന്റെ അമ്മേ. മായിരമാർക്ക് കുറെ പണി ബാങ്കിലും കൂടെ തല്ലു പിടിച്ചിട്ടുണ്ട്. എന്റെ അമ്മോടേ, തുളത്ത് കയറി ജോൺസിനെ അണിയാ അടിച്ചു തരാം. ഓ എന്റെ മണ്ട മറിയാൻ. എന്റെ മുടിയെ തൊട്ടവൻ കണ്ട് മരിച്ചിട്ടില്ലടാ. ഇവിടെ കൊണ്ട് തീർന്നത് കണ്ടോ പോരാടി മക്കളെ. മാറോ എന്തൊക്കെയായിരുന്നു വിക്രം സൂര്യ, ഒരടിക്ക് ബോധം. ലൈറ്റ് ഇടമ്മ. എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്നലെ സംഭവിച്ചതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കും.
അറിയാം. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. നീ ആരെയും കണ്ടില്ലേ? ഇല്ല. ആ വീട്ടിരുന്ന ഷർട്ടോ വാച്ചോ മുടി എന്തെങ്കിലും? ആ, അങ്ങനെ ആരുടെയും കഴുത്തിൽ കാണാത്തൊരു പ്രത്യേകതരം മാല ഞാൻ കണ്ടു. വല്ലാത്തൊരു തരം. നീ പൊക്കോ, ഞാൻ അന്വേഷിക്കാം. വിഷമിക്കണ്ട. യോ ജാക്കി ചാൻ മൂസ ജാക്കി ചായ കണ്ടിട്ട് പറഞ്ഞ നാളായല്ലേ? അതിന് നിനക്ക് നമ്മളെ നോക്കാം അവിടെ സമയം. നിന്റെ കണ്ണ് മറ്റു പലയിടങ്ങളിലല്ലേ? അത് നമുക്ക് ഇട്ടൊന്ന് താങ്ങിയതാണല്ലേ. എവിടെ ഇപ്പോ? ജോലി ഉണ്ടോടാ? തിരക്കൊക്കെ അല്ലേ? ജാക്കി ചായ മൂസേ കേറി, നമുക്കൊരിടം വരെ പോയിട്ട് വരാം. മക്കളെ ചേട്ടാ പഠിച്ച് കൊച്ചു കള ജാക്കി ചാ എവിടെ പോകുന്നു? ജാക്കി ചാ ഇതാ അവിടെ നിൽക്കുന്നവനെ കണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അന്ന് വീട്ടിൽ വന്നവരുടെ കൂട്ടത്തിലെങ്ങാനും? അവനാവാൻ വഴിയില്ല. എന്നാലും അവനാണോന്നല്ല, അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. അവനോ? നീ പൊക്കോ. ഒരു കാര്യം പറഞ്ഞു. നീ കേറ്. അല്ല ഒരു കാര്യം പറഞ്ഞു. കേരള ഉടുപ്പി കാക്ക ഒരു വീട്ടിൽ പോയി മാറണമെന്ന്. വാ കേറ് നീ. അടിക്കുള്ള കോളാണ്. ഇറങ്ങാ പോ. എടാ നീയൊക്കെ എല്ലാം കൂടെ വീട്ടിൽ കയറി കൈ പിടിച്ചത് ആരെന്നല്ലടാ? അത് എന്റെ ഇനി മേല നിന്നെ നീ കോളേജ് ജംഗ്ഷനിൽ കണ്ടുപോലെ. ഇനി കണ്ട എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കില്ല. നമ്മളെ തല്ലി. ആ നായിന്റെ മോൻ പട്ടിയെ തല്ലി നടക്കല്ലേ നമ്മളെ തല്ലി. ആ പൊലയാടി മോനെ വിടരുത് പ്രഭു. ആരുടെ ബി പി വിളിയടാ. എന്തോ നിങ്ങളെ പ്ലാൻ? എന്തിനാ അവരെ വിളിക്കുന്ന? പറയുന്ന അനുസരിച്ചാ മതി. എന്തിനായാലും ഞാൻ കൂടെ ഉണ്ട് പ്രഭു. കൊല്ലണം. ഞാൻ ഇല്ല, എന്നെ വിട്ടാരെ. അമ്മ വിളിക്കുന്നു. പോകുന്നവരിപ്പ പോണം. പിന്നെ തിരിച്ചു മടക്കൽ ഉണ്ടാവരുത്. കൊന്നുള്ള വിളിക്ക് ഞാനില്ല, എന്നെ വിട്ടേരെ. പോകുന്നവരിപ്പ പോണം. പിന്നെ പ്രഭുവെ കോപ്പി എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നാ വരുന്നവനെ ആദ്യം തല്ലുന്നത് സ്റ്റാൻലി ആയിരിക്കും. ആരോ പിപ്പിനെ കൂട്ടി ശ്മശാനത്തിലേക്ക് വാടാ. എന്തുവാടാ കാര്യം? കൊല്ലണം. എന്തോടാ എന്തോടാ ഈ സമയത്ത്? എന്താടാ മൂസയുടെ? എനിക്കൊരു കാര്യം സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലെന്ന് ചേട്ടൻ്റെ പെണ്ണാന്ന്. ഞങ്ങളുടെ സ്വന്തം ചേട്ടനല്ലേ ചേ. ഞങ്ങൾക്ക് ഒരിക്കലും സംസാരിക്കാനിരുന്ന ആ സ്ഥാനത്ത് ഞാൻ കൈവച്ച്. ഞാൻ പറഞ്ഞിട്ടാണ് അവളോട് താമസിക്കാമെന്ന്. എന്നിട്ടിപ്പോൾ അവളോട് മാറേണ്ട അവസ്ഥയായി. അതാ തോന്നല്ലേ ചേ. സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ലേ ചേ. നീ എന്തുണ്ടാ ഇപ്പൊ ചിരിച്ചേ? എന്താ മൂസേ? എന്നാ പണിയാ പ്ലാൻ ചെയ്യണടാ? ഇവിടെ തന്നെ വന്നേ. പണിയാണെങ്കിൽ തീർന്നിട്ട് പോകണം. ബാക്കി വെച്ച ഓർത്തിനെ വിടൂലേ? വാടാ ഒന്നിനെ വിടലേ? ഇപ്പൊ കൊടുത്തോ. കയ്യില്
കൈ പിടി കൈ പിടി നമുക്ക് വരാ കൈ ഓക്കെ നീ തീർന്നടാ. കളി തീർന്ന് ഇനി ഇവിടെ ഞങ്ങളാടാ ഞങ്ങളെ ടീം മതി നീ ഇല്ലടാ നീ ഇനി ഇവിടെ ഞങ്ങളാ ബോഡി മാറ്റിനോടാ ഒരേടി മതി നമുക്ക് കൈ വെക്കാൻ പേടിക്കണം ചുരുട്ടവളെല്ലാം കളഞ്ഞിട്ടുണ്ടോടാ? എന്താ ഇവിടുത്തെ വലിയ എന്റെ വിചാരം. മായില് ബോഡി ഉള്ളത് മാറ്റണ്ടേ? എവിടെയെല്ലാം കൊണ്ട് കുഴിച്ചിടും. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും മനുഷ്യ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ അഭയം പ്രാപിച്ചപ്പോൾ ഞങ്ങളുടെ കൈകൊണ്ട് നഷ്ടപ്പെട്ട ഒരു ജീവൻ തന്നെയായിരുന്നു. അതിൻ്റെയൊക്കെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയെന്ന്. പ്രായത്തിൻ്റെ കുരുത്തക്കേടല്ലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു ഉത്തരവുമില്ല. ജാക്കി ചാൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു. അയാൾ ഇരുട്ടത്തേക്ക് ഓടി മറയുകയും ചെയ്തു. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചേക്കാം. ഒന്നെങ്കിൽ ജാക്കി ചാൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ പോലീസ്. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് മൂസേ ജാക്കി ചാൻ്റെ ആൾക്കാർ പറയടാ. നമ്മുടെ ജാക്കി ചാൻ, നമ്മുടെ ചുരുട്ടേനെ അവൻ എന്തു പറ്റിയടാ? പറയടാ. ജാക്കി ചാൻ്റെ ആൾക്കാർ അവൻ പോയടാ.
ഓക്കെ ശരി എന്നാ. ബൈ. മറ്റേ ജാക്കി ചായൻ്റെടാ. എൻ്റെ അമ്മ. ചേട്ടാ ചേട്ടൻ കണ്ണൻ വാൾക്കുന്നൻ വാളൽ എന്ന് പറഞ്ഞതുപോലെ ഗൂണ്ടർ തമ്മിലുള്ള ആക്രമണം എന്ന് പറഞ്ഞ് പോലീസ് ജാക്കിച്ചാൻ്റെ കേസ് എഴുത്തള്ളി. നിയമത്തിൻ്റെ കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ഉണ്ടാകും, പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും ഒരിക്കലും ഇല്ല. ശമ്പളമൊക്കെ എന്താണ്? കേറിയതല്ലോടാ, പയ്യെ കൂടും. ഓ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ഓ വലിയ കുഴപ്പമില്ല. എന്ത് കോലമാടാ ഇത്? മാർച്ച് 26 അവിടെ എക്സാം തരുന്ന ദിവസം എന്നെ കാണാൻ വിളിച്ചിട്ട് ചിലരിങ്ങനെ കാലം എത്ര പഠിപ്പിച്ചാലും പഠിക്കത്തില്ല. ദാ ഇതുപോലെ